പറവൂർ സീനിയർ സിറ്റിസൺ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പ്രസിഡന്റ് MN ജയന്റെ അധ്യക്ഷതയിൽ ചൈതന്യ ഹാളിൽ കൂടിയ പ്രത്യേക യോഗത്തിൽ ക്ലബിന്റെ രക്ഷാധികാരിയും ചൈതന്യ നഴ്സിംഗ് ഹോം ചെയർമാനും ഭാസ്കരീയം അവാർഡ് ജേതാവുമായ ഡോക്ടർ N മധുവിനെ പ്രസിഡന്റ് പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ചടങ്ങിൽ സെക്രട്ടറി സത്യവ്രതൻ സ്വാഗതം ആശംസിച്ചു. ആശംസകൾ നേർന്നുകൊണ്ട് വൈസ് പ്രസിഡന്റ് അച്ചാമ്മ K, ജോയിന്റ് സെക്രട്ടറി ശ്രീകുമാരി, അംഗങ്ങളായ പത്രോസ്, വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. മറുപടി പ്രസംഗത്തിൽ ആതുര ശുശ്രൂഷ രംഗത്തും സാമൂഹ്യ രംഗത്തുമുള്ള തന്റെ പ്രവർത്തനം അനുഭവങ്ങളെക്കുറിച്ച് ഡോക്ടർ വിശദീകരിച്ചു. കമ്മിറ്റി മെമ്പർ CC സെബാസ്റ്റ്യൻ കൃതജ്ഞത രേഖപ്പെടുത്തി. ഭരണസമിതി അംഗങ്ങളായി ചാർജ് എടുത്തു. അതിനുശേഷമുള്ള ആദ്യത്തെ ഒരു മന്ത്ലി മീറ്റിംഗ് ആണിത്. സെക്രട്ടറി പറഞ്ഞ പോലെ വളരെയധികം സന്തോഷമുണ്ട്. നിറഞ്ഞൊരു സദസ്സാണ്. അതിനേക്കാൾ ഉപരി നമ്മളുടെ രക്ഷാധികാരിയും ഭാസ്കരീയം അവാർഡ് ജേതാവുമായ സാറിനെ ആദരിക്കുവാൻ ഒരവസരം ഈ ഫസ്റ്റ് മീറ്റിംഗിൽ കിട്ടിയത് അതിലേറെ സന്തോഷം ഉളവാക്കുന്നതാണ്. നമുക്കറിയാം, സീനിയർ സിറ്റിസൺസ് ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മളുടെ ആരോഗ്യ ക്ഷയിച്ചു വരികയും മറ്റ് പ്രശ്നങ്ങൾ, വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളും മറ്റ് അസുഖങ്ങളും സമൂഹത്തിൽ നമുക്ക് കിട്ടുന്ന അംഗീകാരവും ബഹുമാനവും ഒക്കെ കുറഞ്ഞുകൊണ്ടുവരുന്ന ഒരു കാലഘട്ടം. അതിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്കില്ല. കാരണം ചില കാര്യങ്ങൾ അതിൽ വളരെ യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. എന്നിരുന്നാലും നമ്മൾ ഒത്തൊരുമിച്ച് നിൽക്കുകയാണെങ്കിൽ പല പ്രശ്നങ്ങൾക്കും നമ്മൾക്ക് അതിന് സൊല്യൂഷൻ കാണുവാൻ സാധിക്കും. അതിന് മെയിനായിട്ട് നമ്മളിൽ തന്നെ നിക്ഷിപ്തമായ ചില കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, പോസിറ്റീവായിട്ടുള്ള തിങ്കിങ്, കാര്യങ്ങൾ പോസിറ്റീവായി കാണുക, നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്തുക, നമ്മുടെ ആരോഗ്യസ്ഥിതി അനുവദിക്കുന്നതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ എക്സർസൈസുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതി ഒന്ന് ക്രമീകരിക്കുക, മറ്റ് സാമൂഹിക സംഘടനകളുമായി സഹകരിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക തുടങ്ങി ഉള്ള പ്രവർത്തനങ്ങളും, അതിനേക്കാൾ ഏറ്റവും ഉപരി നമ്മൾ വീട്ടിലും നാട്ടിലും സമൂഹത്തിലും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, ഒരു സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിക്കുകയാണെങ്കിൽ അത് നമുക്ക് വളരെയധികം ഗുണം ചെയ്യും. അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഉണർവും ഉന്മേഷവും നൽകുന്ന ഏഷ്യൻ ഹോസ്പിറ്റലിൻ്റെ പ്രൊപ്പറേറ്ററും രാഷ്ട്രീയ രംഗങ്ങളിൽ മുനിസിപ്പൽ ചെയർമാനായിരുന്നു, ട്രേഡ് യൂണിയൻ ലീഡറായിരുന്നു, SNDP യോഗം കൗൺസിലർ, SNDP ഡയറക്ട് ബോർഡ് അംഗം, ട്രേഡ് യൂണിയൻ ലീഡർ, പല കലാ സാംസ്കാരിക രംഗങ്ങളുടെയും പ്രസിഡന്റ്, അങ്ങനെ ഏത് മേഖലകളിലും സാറ് കൈവച്ചതെല്ലാം ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു ഡോക്ടറായിരുന്നു സാർ. സാറിൻ്റെ സ്മരണയ്ക്ക് നിലനിർത്തുന്നതിന് വേണ്ടി ഒരു ട്രസ്റ്റിൻ്റെ രൂപീകരിക്കുകയും അതിൻ്റെ പ്രഥമ ചരമവാർഷിക ആചരണ ദിനത്തിൽ കേരളത്തിൽ നിന്ന് 2 പേരെയാണ് തിരഞ്ഞെടുത്തത്. ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട മധു സാറും, മറ്റൊന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആണോ എനിക്കെന്നറിയില്ല, സച്ചിദാനന്ദൻ സാറും കേരള സാധാരണയായി ഈ മെഡിക്കൽ പ്രൊഫഷനിൽ വരുന്ന ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മിക്കവരും ആ ഒരു പ്രൊഫഷനിൽ ഒതുങ്ങി നിൽക്കുന്നവരാണ്. മധുസാറിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ചൈതന്യ നഴ്സിംഗ് ഹോമിൻ്റെ ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും മെഡിക്കൽ സൂപ്രണ്ടും. സാധാരണ ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്ന അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. ഒരു ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ വളരെയധികം കെയർ ആൻഡ് അറ്റൻഷൻ വേണ്ട ഒരു കാര്യമാണ്. അതിൽ ഹൗസ് കീപ്പിംഗ് തൊട്ട് മേജർ സർജറി അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇൽനെസ് ആയിട്ടുള്ള രോഗികൾ വരും. അതൊക്കെ വളരെ ശ്രദ്ധയോടും കൈകാര്യം ചെയ്തൊരു കാര്യം. കാരണം അത് ഡീൽ ചെയ്യുന്നത് മനുഷ്യ ജീവനുമാണ്. എവിടെയെങ്കിലും ഒരു വീഴ്ചയോ കെയർലെസ്നെസ്സോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആഘാതം വരും. അങ്ങനെയുള്ളൊരു ഹോസ്പിറ്റൽ മാനേജ് ചെയ്തുകൊണ്ടുള്ള, അതോടൊപ്പം തന്നെ ഇൻക്ലൂഡിങ് സൺഡേയ്സ് രോഗികൾക്ക് എപ്പോൾ വേണമെങ്കിലും, എപ്പോൾ മീൻസ് വിളിച്ചാൽ കൺസൾട്ടിങ് കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഡോക്ടേഴ്സ് ഇപ്പോൾ വളരെ കുറവാണ്. കാരണം ഒരു ഫിക്സഡ് ടൈം കഴിഞ്ഞാൽ ഇങ്ങനെ കൺസൾട്ടിങ് ഉണ്ടാവാതെ. ഇത് സൺഡേയ്സും സാറ് വർക്കിങ്ങിലാണ്.
ഇതിനേക്കാളെല്ലാം ഉപരി സാമൂഹിക രംഗത്ത് നമ്മുടെ സംഘടന കൂടാണ്ട് 1 ഡസനിലേറെ സാമൂഹ്യ രംഗത്തും സാറ് വളരെ ആക്റ്റീവ്. ചുരുക്കി പറഞ്ഞാൽ സാറ് ഒരു വേസ്റ്റേൽ അല്ലെങ്കിൽ ഒരു മൾട്ടി ടാലൻറ്റഡ് പേഴ്സണാണെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റില്ല. സാറിന് എൻ്റെ അവാർഡ് ഫംഗ്ഷനിൽ ഞാനും തമ്പി സാറും സംബന്ധിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അതിൽ സാറ് അവാർഡ് കിട്ടിയതിന് ശേഷമുള്ള മറുപടി പ്രസംഗത്തിൽ 2 സംഘടനകളുടെ പേരാണ് പ്രത്യേകമായി എടുത്തു പറഞ്ഞത്. അതിലൊന്ന് പറവൂർ സീനിയർ സിറ്റിസൺ ക്ലബ്ബായിരുന്നു. അപ്പോൾ സാറിന് അതിനോടുള്ള ആ കടപ്പാടും ഇതും നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സാറിന് ഇനിയും ഇതുപോലുള്ള ഇതിനേക്കാൾ മെച്ചമായ അവാർഡുകളും അംഗീകാരങ്ങളും ഉണ്ടാകട്ടെ. സാറിൻ്റെ പേരും പ്രശസ്തിയും പറവൂരിൽ മാത്രമല്ല കേരളത്തിനകത്തും പുറത്തും ഉയർന്ന് മുഴങ്ങട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. അതിനുവേണ്ടി സർവശക്തനായ ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ ഇടയിലുള്ള ഒരാളാണ്, അപ്പോൾ പിന്നെ എന്നെ ആദരിക്കുന്നതിന് കാര്യമില്ലാന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നി അതല്ല, നമ്മളുടെ ഈ ഓരോ പ്രസ്ഥാനത്തിനും കിട്ടിയിരിക്കുന്നൊരു ആദരവാണ്. അതുകൊണ്ട് ഞാനത് ഏറ്റുവാങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. കാരണം കഴിഞ്ഞ 25 വർഷമായിട്ട്, ഇപ്പോൾ നമ്മുടെ ക്ലബ്ബിനെ ഒടുക്കിയിട്ട് 21 വർഷമായി. ഞാൻ പഠിച്ച് പാസ്സായി വന്നപ്പോൾ മുതലേ സ്വന്തം സ്ഥലത്ത് പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു ഡോക്ടർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. സാധാരണ ഇതിലെ എല്ലാ ഡോക്ടേഴ്സും പുറത്തേക്ക് പോകുള്ളൂ. പക്ഷെ എനിക്ക് കുട്ടിക്കാലത്ത് പോലെ, അത് അച്ഛനും അമ്മയുടെ വൈദ്യരംഗത്ത് പ്രവർത്തിച്ചിരുന്നു കൊണ്ടായിരിക്കാം, നാട്ടുകാരെ സേവിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഒരു ദിവസം പോലും പുറത്ത് വർക്ക് ചെയ്യാതെ പാസ്സായ ഉടനെ നേരെ ഇവിടെ വന്നത്. 27ാമത്തെ വയസ്സിൽ ജനറൽ സർജറി കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഒരു വലിയൊരു ഭാരം ഏറ്റെടുക്കണമെന്ന് എനിക്ക് തന്നെ അറിയാമായിരുന്നു. കാരണം വേറെ പുറത്ത് വർക്ക് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഇല്ല, ഒരു ഹോസ്പിറ്റൽ നടത്താനുള്ള എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ അതൊരു ചലഞ്ചായിട്ട് എടുത്തുകൊണ്ട് ചില കാര്യങ്ങൾ മനസ്സിൽ കരുതിയിരുന്നു. അതായത് ഇന്ന് ആരോഗ്യരംഗത്ത് സാധാരണക്കാർക്ക് വേണ്ട അത്യാവശ്യ കാര്യങ്ങൾ എങ്ങനെ നമുക്ക് പ്രാവർത്തികമാക്കാം. അപ്പോൾ പറയും വേറെ ആശുപത്രികളിൽ, ആ സമയത്ത് KMKയും ശാന്തിയും മാത്രമേ ഉള്ളൂ. പക്ഷേ ചില കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കണം എന്നുള്ള തീരുമാനത്തോടുകൂടിയാണ് നമ്മുടെ ഈ ആശുപത്രി തുടങ്ങിയത്. അതിനെ തുടർന്നാണ് ഓരോ വർഷങ്ങളിൽ പുതിയ പുതിയ പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കുകയും അതിന് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുകയും അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്തത്. അപ്പോൾ അതിൽ സാധാരണ ആശുപത്രികളിൽ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമൊന്നും ഇല്ല. കേരളത്തിൽ ആരും അറിഞ്ഞിട്ട് പോലുമില്ല. എറണാകുളം ജില്ലയിൽ ഡോക്ടർ ഹൈദരാലി ആലുവയിലും ഡോക്ടർ ടോണി ഫെർണാണ്ടീസ് അങ്കമാലിയിലുള്ള സമയത്ത് ഞങ്ങൾ 3 പേരും കൂടിയാണ് പാലിയേറ്റീവ് കെയർ എറണാകുളം ജില്ലയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അമൃതയൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, തുടങ്ങിയിട്ട് പോലുമില്ല. അപ്പോൾ പാലിയേറ്റീവ് കെയർ എന്താണെന്നും പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് രോഗികളെ ചികിത്സിക്കുക എന്നുള്ളതിൽ കൂടുതലായിട്ട് നമുക്ക് ഭാവിയിൽ ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്ന ഒന്നാണിതുകൊണ്ടാണ് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ഞങ്ങൾ തന്നെ അതിന് ട്രെയിനിങ് എടുക്കുകയും ഡോക്ടർ ജഗദീശ്വരി മാഡമൊക്കെ ഉണ്ടായിരുന്നു. ഡോക്ടർ അതിനുവേണ്ടി തന്നെ ഒരു മാസത്തോളം ട്രെയിനിങ്ങിന് വിട്ടു. നഴ്സുമാരെ അതിന് ട്രെയിനിങ്ങിന് വിട്ടു. അപ്പോൾ അവർക്ക് ശരിക്കും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ തന്നെ വേണ്ട ചെയ്യേണ്ട ഒരു ചികിത്സയാണ്. ആ ഒരു കൺസെപ്റ്റ് തന്നെ നമുക്കറിയില്ലായിരുന്നു. എല്ലാവരും ക്യാൻസറിന് കിട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു തീരാവ്യാധികൾ വന്ന് പിടിവിട്ട് കഴിഞ്ഞാൽ അങ്ങനെ അറ്റം വരെ അങ്ങ് ചികിത്സിച്ച് എല്ലാം കഴിഞ്ഞ് പൈസ ഇല്ലാതെ വരുമ്പോൾ അവർ അവിടെ നിന്ന് കൈ ഒഴിഞ്ഞിട്ട് പറയും ഇനി വീട്ടിൽ കൊണ്ടുപോയിക്കുമെന്ന് പറയും. ആ ഒരു കൺസെപ്റ്റല്ല. ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ മുതലേ, തുടക്കം മുതലേ ഒരു പാലിയേറ്റീവ് കെയറിൻ്റെ അപ്രോച്ചോടുകൂടി ചെയ്യുകയാണെങ്കിൽ, അതായത് അവർക്ക് സാന്ത്വന ചികിത്സ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ചികിത്സയാണ് ആദ്യമേ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സാധിക്കും, അവരുടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതൽ ആവാതിരിക്കാൻ സാധിക്കും, ഭാവിയിൽ അവർക്ക് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളില്ലാതെ അവർക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇതിനെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കുക എന്നുള്ളത് വലിയ പ്രശ്നമായിരുന്നു. പക്ഷേ ആദ്യത്തെ കുറച്ച് നാൾക്ക് ഞങ്ങൾക്ക് വോളണ്ടിയേഴ്സായിട്ടുള്ളവർ ഇപ്പോൾ ബീത്തേക്ക് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. മുൻ പ്രസിഡൻ്റായിരുന്ന ദേവ് ചേച്ചിയൊക്കെ ആയിരുന്നു അതിനകത്ത് വോളണ്ടിയേഴ്സായിട്ടുണ്ടായിരുന്ന ആദ്യത്തെ ആളുകൾ. അപ്പോൾ അവർക്കെല്ലാം അറിയാം ഈ ഒരു ചികിത്സ കൊണ്ട് പൊതുജനങ്ങൾക്ക് സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന ഗുണം. അത് കഴിയുന്നതും സൗജന്യമായിട്ടുള്ള ചികിത്സയാണ് നമ്മൾ ചെയ്യുന്നത്. കഴിയുന്നത്ര രോഗികളെ അത്രയും ബുദ്ധിമുട്ടിപ്പിക്കാതെ. ഞാനിപ്പോഴും ഓർക്കുന്ന 1-2 സ്ഥലങ്ങൾ മാത്രം പറയാം. പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാമെന്ന് പറഞ്ഞു. ഒരു ദിവസം വെളുപ്പിന് 4:30 മണിക്ക് എനിക്ക് കോൾ വന്നു. അപ്പോൾ ഡ്യൂട്ടിയിൽ ഈ പറഞ്ഞ പോലെ അന്ന് ജൂനിയർ ഡോക്ടേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് ഡ്യൂട്ടിയിൽ രാത്രി നോക്കുക. അപ്പം 4:30 മണിക്ക് ലാലൻ എന്ന് പറഞ്ഞ പർവ്വതറയിൽ നിന്നൊരു പേഷ്യനെ കൊണ്ടുവന്നു.
പാൻക്രിയാറ്റിക് ക്യാൻസറായിട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞു, ലക്ഷങ്ങൾ ചിലവഴിച്ച് ഇങ്ങോട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞു. 1 വർഷത്തിനുള്ളിൽ വേദന സഹിക്കാൻ വയ്യാതെ ഇപ്പോൾ പറവൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടുന്ന് വേദനയ്ക്കുള്ള എല്ലാ ഇഞ്ചക്ഷൻസും ഫോർട്ടിൻ ഇഞ്ചക്ഷൻ എടുത്തു, വേദനയ്ക്കുള്ള എല്ലാ ഇഞ്ചക്ഷൻ എടുത്തിട്ടും കുറവ് കിട്ടാതെ രാത്രി കൊണ്ടുവരികയാണ് ചെയ്തത്. കൊണ്ടുവന്നു രാത്രി ഞങ്ങളൊരു ടാബ്ലറ്റ് മോർഫിൻ ടാബ്ലറ്റ് കൊടുത്തു. പുള്ളി സുഖമായിട്ട് കിടന്നുറങ്ങി. രാവിലെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ കാണുന്ന പുള്ളി എണീറ്റിരുന്ന് ആഹാരം കഴിക്കുന്നതാണ്. അപ്പോൾ തലേ ദിവസം വാർഡിൽ വേദന സഹിക്കാതെ ഓടിക്കിടന്നിരുന്നിട്ട് അവിടെയുള്ള സ്റ്റാഫ് എല്ലാവരും കൂടി ചെയ്യാവുന്ന എല്ലാ ചികിത്സ ചെയ്തിട്ട് നിർത്തിയില്ലാവുന്നപ്പോഴാണ് വിട്ടത്. അപ്പോൾ ഒരു ടാബ്ലറ്റ് കൊടുത്തോടുകൂടി ആ പേഷ്യൻറ്റ് സുഖമായിട്ട് കിടന്നുറങ്ങി. ഞങ്ങൾ അന്ന് തന്നെ വീട്ടിലേക്ക് വിട്ടു, മരുന്നും കൊടുത്തയച്ചു. ഒരാഴ്ചയോളം അയാൾ ജീവിച്ചിരുന്നുള്ളൂ. പക്ഷേ ആ ഒരാഴ്ച മക്കളോടൊപ്പം സന്തോഷവാനായിട്ട്, അതായത് ഒരു വേദനയും ഇല്ലാതെ ജീവിക്കാൻ സാധിച്ചു. അങ്ങനെയുള്ള ചില അനുഭവങ്ങളാണ് ഞങ്ങളിത് കൂടുതൽ ഇതിനകത്തേക്ക് താല്പര്യം പറ്റിയത്. കാരണം അപ്പം ഒരു ഇഞ്ചക്ഷൻ പോലും കൊടുക്കാതെ ഒരു വേദന അകറ്റാൻ സാധിച്ചു. ആ കഴിയുന്നത്ര വീട്ടുകാരോടൊത്ത് എല്ലാവരുടെയും ആഗ്രഹമാണ് വയസ്സായി വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടെർമിനൽ ഇൽനെസ്സിൽ സ്വന്തക്കാരോടൊപ്പം ജീവിക്കുക എന്നുള്ളത്. അല്ലാതെ ആ സമയത്ത് ഏതെങ്കിലും ICU കൊണ്ടേ കിടത്തി കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ട്, മക്കൾക്ക് വേറെ ഒന്നും വേദനയൊന്നും കാണണ്ട, അവിടെ കിടന്നോളൂ, ഒന്നും തിരിഞ്ഞു നോക്കണ്ട, അതൊരു ശരിയായിരിക്കും. പക്ഷേ ആ രോഗിയുടെ ആഗ്രഹം അതായിരിക്കില്ല, സ്വന്തം മക്കളുടെ ഒരേയിരിക്കും. ഞാനതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഞാൻ കണ്ടത് നമ്മുടെ ഇവിടെ ജെറിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന ഡോക്ടർ സുനിലിൻ്റെ ഫാദറിന് ഇതേപോലെ സുഖമില്ലാതെയായി. അപ്പോൾ അന്ന് അമൃതയിൽ വർക്ക് ചെയ്യുന്ന സമയമാണ്. അമൃതയിൽ നിന്ന് ഇൻവെസ്റ്റിഗേഷൻ എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു. കൂടുതലായിട്ടൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പാലിയേറ്റീവ് കെയർ ചെയ്താൽ മതി എന്നുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ സുനിൽ അന്ന് ചെയ്ത് അച്ഛന് വേണ്ടി അച്ഛൻ്റെ കൈ പിടിച്ചിരുന്ന് കൂടെ ഇരുന്ന് അച്ഛന് കൊടുത്ത ആ സാന്ത്വനം ഉണ്ടല്ലോ, അതൊരിക്കലും മറക്കാനാവില്ല. ഇന്നിപ്പോൾ സുനിൽ ഇന്നിപ്പോൾ ഇവിടെ ഉണ്ട്, ചെറായിലെത്തിയിട്ടുണ്ട്, ഇന്ന് വൈകിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പം അതാണ് വേണ്ടത്. അവസാന നിമിഷം അച്ഛനമ്മമാരെ ആഗ്രഹിക്കുന്ന അതാണ്, സ്വന്തം മക്കൾ കൂടെ ഉണ്ടായിരിക്കുക, വീട്ടിലെ അന്തരീക്ഷത്തിൽ നല്ലൊരു മരണം, ഒരു സുഖമരണം സാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പോൾ അതൊക്കെ ആളുകളുടെ ഇടയിലേക്ക് പലപ്പോഴും വളർത്തിയെടുക്കാൻ വലിയ പ്രയാസമാണ്. ആളുകളോട് പറയുന്നത് മക്കൾ ഉടനെ പറയും അത് പറ്റില്ല, എൻ്റെ അച്ഛനെ ഏറ്റവും വലിയ ആശുപത്രിയിൽ കൊണ്ടുപോകണം, അവിടെ കൊണ്ടുപോകണം, എന്നാലേ ശരിയാവുള്ളൂ. ശരിക്കും അവിടെ കൊണ്ടുപോയിട്ട് എന്താ ചെയ്യണമെന്ന് നമുക്കറിയാം. അപ്പോൾ അത് അവരൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. മരിക്കുന്നത് ട്രിവാൻഡ്രത്തുള്ളവരോട് പറയും കിംസിൽ പോയിട്ട് മരിച്ചില്ലെങ്കിൽ അതിനൊരു വിലയുണ്ടെന്ന് പറയും. അതുപോലെയാണ്. അതായത് ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ആശ്രമിൽ പോയി മരിക്കണം, കാലിക്കറ്റ് ആണെങ്കിലും കിംസിൽ പോയി മരിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളാണ് ഇപ്പോൾ. അതിനുവേണ്ടി എത്രമാത്രം ബുദ്ധിമുട്ടെന്നുള്ളത് ആർക്കും മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ക്യാൻസർ പോലുള്ള അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ ഒരു വീട്ടിലൊരു അംഗത്തിന് ക്യാൻസർ വല്ലതും വന്നു കഴിഞ്ഞാൽ ആ കുടുംബാന്തരീക്ഷം എത്ര മാറും എന്നുള്ളത്. കാരണം അവിടെ മക്കളുണ്ടെങ്കിൽ അവർക്ക് സ്കൂളിൽ പോകാൻ പ്രയാസം, ബാക്കിയുള്ളവർക്ക് ജോലിക്ക് പോകാൻ പ്രയാസം, ഭാര്യയ്ക്കാണെങ്കിൽ ഫുൾ ടൈം ഇങ്ങനെയുള്ള രോഗിയെ നോക്കാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു കുടുംബാന്തരീക്ഷം മുഴുവൻ തകർക്കുകയാണ്. എന്നിട്ട് ഇവർ മാക്സിമം ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ടെർമിനൽ ഇൽനെസ് ആണെങ്കിൽ ഒരു പരിധിവരെ നമ്മൾ 75% ഓഫ് ദ ക്യാൻസർ നമ്മൾ ഡിറ്റക്ട് ചെയ്യുമ്പോൾ തന്നെ ഇൻക്യൂറബിൾ സ്റ്റേജിലാണെന്നാണ് പറയുക. പിന്നെ ക്യൂർ ചെയ്യുകയല്ല, നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കും. 25% ആണ് കംപ്ലീറ്റ്ലി ക്യൂറബിൾ അറ്റ് ദ ടൈം ഓഫ് ഡൈം. എല്ലാ ക്യാൻസറിലല്ല. ഇപ്പോൾ പ്രോസ്റ്റേറ്റൊക്കെ ആണെങ്കിലും ഇപ്പോൾ കുറേ കൂടി ക്യൂറബിൾ, ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിലും ക്യൂറബിളാണ്. പക്ഷേ ടോട്ടൽ എടുക്കുമ്പോൾ പല ക്യാൻസറുകളും നമ്മുടെ കുറേ നാളുകൂടി സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നതല്ലാതെ കംപ്ലീറ്റ്ലി ക്യൂറബിൾ അല്ല. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഒരു സ്റ്റേജിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് സാന്ത്വന ചികിത്സയാണ് അതിൽ കൂടുതൽ ഗുണം ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അത്ര ഉണ്ടാവില്ല. അവരുടെ വേദനയും ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവർക്ക് ശേഷ ജീവിതം എത്ര നാൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് അത്രയും കാലം സുഖമായിട്ട് ജീവിച്ചിരിക്കാനുള്ളത്, അവരിഷ്ടപ്പെടുന്ന അന്തരീക്ഷത്തിൽ വീട്ടിൽ തന്നെ ജീവിച്ചിരിക്കാനുള്ള സാഹചര്യം ഒരുക്കുക. ഇതാണ് സാന്ത്വന ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആദ്യമൊക്കെ കുറേ ബുദ്ധിമുട്ടുകളായിരുന്നു ഇത് ആളുകളുടെ ഇടയിൽ ഇതിന് പരത്താനൊക്കെ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയാം. കോഴിക്കോട് പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനം ആരംഭിച്ചത് രാജഗോപാൽ സാർ ഇവിടെ വന്നിട്ടുണ്ട്. രാജഗോപാൽ സാറിൻ്റെയൊക്കെ നേതൃത്വത്തിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സാറൊക്കെ ആദ്യം എടുത്തിരിക്കുന്ന എഫർട്ട് കാണുമ്പോൾ നമുക്കൊക്കെ ഒരു അത്ഭുതം തോന്നും. ഇപ്പോഴും അദ്ദേഹം പാലിയം ഇന്ത്യ എന്നുള്ള പ്രസ്ഥാനമായിട്ട് ട്രിവാൻഡ്രത്തുണ്ട്. അപ്പോൾ അന്നൊക്കെ ഇത് ആളുകളുടെ ഇടയിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരുന്ന കാര്യമായി. പക്ഷേ ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ചികിത്സാ മുറകൾ, അതേപോലെ തന്നെ ജെറിയാട്രിക് കെയർ. പിന്നീടാണ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മളുടെ തന്നെ വീട്ടിലെ മാത്രമല്ല നമ്മുടെ പ്രൊഫസേഴ്സ് അടക്കം പലരും റിട്ടയർ ചെയ്തുകൊണ്ട് അവർ രോഗികളായിട്ട് മാറുന്നു. അത് പ്രത്യേകിച്ച് മലയാളീരാസനം കോളേജിൽ നിന്ന് ഒരു 4-5 പ്രൊഫസേഴ്സ് ഒരുമിച്ച് അങ്ങ് റിട്ടയർ ചെയ്തു. എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. അപ്പോൾ അതിൽ മഹസൂൻ സാറിനെ വിളിച്ചിട്ടാണ് ഞാൻ ആദ്യം പറയുന്നത്, സാറേ നമുക്ക് ഇങ്ങനെയുള്ളവരൊരു കൂട്ടായ്മ വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൂടി ഒരു മീറ്റിംഗ് കൂടണം. അങ്ങനെ സാറിനെ കൊണ്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത്.
അന്ന് ശക്തിധരൻ മാഷായിരുന്നു അതെ, അഡ്വക്കേറ്റ് സാറായിരുന്നു പ്രസിഡൻ്റ് ആദ്യം, ശരി, അതുകൊണ്ട് സെക്രട്ടറി ആയിരുന്നു ശക്തിധരൻ മാഷ്. അപ്പോൾ ഈ പ്രസ്ഥാനം തുടങ്ങിയ സമയത്ത് നമ്മൾ ഉദ്ദേശിച്ചതാണ് ഈ വീട്ടിൽ റിട്ടയർ ചെയ്തതോടുകൂടി എല്ലാവർക്കും പറ്റുന്നൊരർത്ഥം ഇനി ഞാൻ സമൂഹത്തിനൊന്നും ഒന്നും പറ്റിയ ആളല്ല, എൻ്റെ ജീവിതം കഴിഞ്ഞു എന്നുള്ളൊരു ഒരു ആറ്റിറ്റ്യൂഡാണ് പണ്ടുണ്ടായിരുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതിനുശേഷമാണ് നമ്മൾ ജീവിതം ആസ്വദിക്കുന്നതിന്. ഇന്നലെ ലോബി ചേച്ചിയല്ലേ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു ഇന്നലെ, അതെ ലോബി ചേച്ചി, അത് വലിയ പറയുന്നുണ്ട് ശരിക്കും എങ്ങനെ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങി എന്നുള്ളത്. അപ്പോൾ റിട്ടയർ ചെയ്തതിന് ശേഷം നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ വേണ്ട വിധത്തിൽ ജീവിതം ആസ്വദിക്കേണ്ട സമയമാണ്. അത്രയും നാളും നമുക്ക് ഒരുപാട് ബന്ധപ്പാടുകളുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പലപ്പോഴും വേണ്ട വിധത്തിലെല്ലാം നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷെ ആ റിട്ടയർ ചെയ്തതിന് ശേഷമെങ്കിലും സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഇപ്പോൾ സാറ് പാട്ട് പഠിക്കാനും സംസ്കൃതം പഠിക്കാനും മാഡം സംസ്കൃതം പഠിക്കാനൊക്കെ തുടങ്ങിയത് ഇപ്പോഴാണ്, ഈ പ്രായത്തിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, പുതിയ ഇഷ്ടമുള്ള കാര്യങ്ങൾ, പടം വരയ്ക്കുന്നവർ, എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. എൻ്റെ ഒരു ക്ലാസ്മേറ്റ് റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ വരയ്ക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ പുള്ളി വരച്ചിരിക്കുന്ന പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെടും. നമ്മുടെ തന്നെ ഡോക്ടർ വീനസ്, ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഡോക്ടർ വീനസിൻ്റെ ചിത്രങ്ങളൊക്കെ ഇപ്പം വലിയ വലിയ ഗാലറികളിൽ സ്ഥലം പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള കഴിവുകളുണ്ടായിരുന്നു. പക്ഷേ ജോലി തിരക്കിനിടയിൽ DMO ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് പടം വരയ്ക്കാനും സമയം കിട്ടില്ല. പക്ഷെ ഇപ്പോൾ എല്ലാം വെച്ച് റിട്ടയർ ചെയ്തപ്പോൾ വളരെ സമയം കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതരാകുന്നത് ഒരു പരിധി വരെ നമ്മളുടെ അസുഖങ്ങൾ വരെ ഇല്ലാതെ. കാരണം ഒന്നുമില്ലാതെ വെറുതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഓരോ അസുഖങ്ങളായിട്ട് തോന്നുന്നത്. മുട്ടുവേദന, കാലുവേദന, നടക്കണില്ല, ഒന്നുമില്ല. അതിൽ ആ വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മൾ പ്രായമായില്ല വീട്ടിലിരുന്നോ എന്ന് പറയുന്നത് ഒരിക്കലും പറയരുത്. അതിന് വരെ പ്രായം കഴിഞ്ഞാലും പരിമിതികളുണ്ടാവാം. പക്ഷേ അത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനും സ്വന്തം കാര്യങ്ങളെങ്കിലും ചെയ്യാനും ഈ പറഞ്ഞ വിദേശ സന്ദർശനം അടക്കം ചെയ്യാനൊക്കെ സാധിക്കണം. അപ്പോൾ അതൊക്കെ മനസ്സിന് സുഖം കൂട്ടുന്നതാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്റ്റഡി നടത്തി. അതായത് വർഷങ്ങൾ നീണ്ടു നിന്നൊരു സ്റ്റഡിയാണ്. ഈ ഒരാൾക്ക് അവരുടെ ജീവിതത്തിൽ അവർക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ ജീവിക്കുന്നതിന് എന്തൊക്കെ ഘടകങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിനകത്ത് അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ആണോ, ആഹാര രീതിയാണോ, എക്സസൈസ് ആണോ, ഇങ്ങനെ കുറേ ക്രൈറ്റീരിയ നോക്കി ഇതെല്ലാം സ്റ്റഡി ചെയ്തു. 1 വർഷം 2 വർഷമൊന്നുമല്ല, പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന പഠനമാണ്. ആ പഠനത്തിൻ്റെ അവസാനത്തെ റിസൾട്ട് കണ്ടത് ഈ പറയുന്നതെല്ലാം ഉറക്കം, നല്ല ഉറക്കം വേണം, ഇതെല്ലാം വേണം. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ കൂട്ടായ്മയാണ്, ഫ്രണ്ട്ഷിപ്പാണ്. ആ ഫ്രണ്ട്ഷിപ്പാണ് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നതെന്നാണ്. ഒറ്റപ്പെടുന്നതിൽ നമുക്ക് തന്നെ അറിയാം, ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ലൈഫ് വളരെ മോണോട്ടോണസ് ആയിരിക്കും. അപ്പോൾ ഒറ്റപ്പെടാതെ അവർ ബാക്കിയുള്ളവരുമായിട്ട് സഹകരിച്ചിട്ട്, അപ്പോൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളാണെങ്കിൽ അത്തരത്തിൽ ഇപ്പോൾ ഡെയിലി വൈകിട്ട് ഒരുമിച്ച് കൂടുന്ന ഒരു ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അവരൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ആരോഗ്യവാന്മാരായിട്ടിരിക്കും. കാരണം അവരതിനു വേണ്ടി സമയം കണ്ടെത്തി ഒരുമിച്ച് കൂടും, എന്തെങ്കിലും ആക്ടിവിറ്റീസിലൊക്കെ എഴുതും. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 3 ആഴ്ചയ്ക്ക് മുമ്പ് അസർബൈജാനിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഒരു ഗ്രൂപ്പ് ആളുകളിരുന്നും കൊണ്ട് ഒരു പ്രത്യേകം ചെസ്സ് കളിക്കുന്ന പോലെ തോന്നിയത്. ഭയങ്കര സ്പീഡിൽ കരുക്കൾ നീക്കിക്കൊണ്ടൊരു കളി. നല്ല പ്രായമുള്ള, സാറിനേക്കാളും പ്രായമുള്ളവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇരുന്നും കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ അവർ തലച്ചോറും പ്രവർത്തിക്കുകയാണ്. അവരുടെ ഓർമ്മക്കുറവ് പോലും ഉണ്ടാവില്ല. പിന്നെ മൂവ്മെൻറ്റ്സാണ് വളരെ ക്വിക്കായിട്ട്. ഇങ്ങനെ ബോർഡിൽ, ഒരു വലിയ ബോർഡിൽ 2 പേരിരുന്നാണ് കളിക്കുന്നത്. ഈ മൂവ്മെൻറ്റ്സ് അനുസരിച്ച് ഡൈസ് ഇട്ടിട്ടാണ്. ഇപ്പോൾ ഡൈസ് ഇട്ടിട്ട് അത് തിരിയുന്നതനുസരിച്ച് കൗണ്ട് ഇത് മാറ്റിയിട്ട് നമ്മൾ പാമ്പും കൂടിയും കളിക്കുന്ന പോലെ. പക്ഷേ അവരൊക്കെ കളിക്കുന്ന സ്പീഡും ഇതും കണ്ടു കഴിഞ്ഞാൽ തന്നെ അപ്പോൾ അതൊരുപാട് ഗുണം. അത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാണ്. അപ്പോൾ ഈ സാധാരണഗതിയിൽ നമ്മൾ പ്രായമാകുമ്പോൾ എല്ലാവരും അടങ്ങിയിരിക്കണമെന്ന് പറയുന്നതിന് പകരം ഏതെങ്കിലും കാര്യത്തിൽ അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ വ്യാപൃതരായിരുന്നു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് കുറേ കൂടി സുഖപ്രദമായിരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ നമ്മുടെ സീനിയർ സിറ്റിസൺസ് ക്ലബ് കൊണ്ട് ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. നമ്മളിപ്പോൾ അറ്റ്ലീസ്റ്റ് മാസത്തിൽ ഒരിക്കലെങ്കിലും കൂടുക, എല്ലാവരും ഒത്തുകൂടുക. അതിനോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക. പിന്നെ അതുകൂടാതെ നമുക്ക് നമ്മളെപ്പോലുള്ള സമൂഹത്തിലുള്ള ബാക്കിയുള്ളവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാം. ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങിൽ അത് തന്നെ പറഞ്ഞത്. അതായത് നമ്മൾ ഒത്തുകൂടുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മളെപ്പോലെ സമൂഹത്തിൽ ജീവിക്കുന്ന ബാക്കിയുള്ളവർക്ക്, ക്ലബിലെ മെമ്പേഴ്സ് അല്ലാത്ത ബാക്കിയുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ആയിരിക്കും ഏറ്റവും വലിയ സന്തോഷം തരുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കാൻ സാധിക്കുന്ന അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും. ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഒരുപാട് പേര് പലതരത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. അറിയാം, ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മളിപ്പോൾ ജനനി സ്നേഹാലയം, അവിടുത്തെ അമ്മമാർ അവരിപ്പോൾ എത്ര 30 പേരായിട്ടുണ്ടല്ലേ. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.